ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഹോം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹോം വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കൊളാബ് വീഡിയോ ആണ് കേട്ടോ. ഷോപ്സി എന്നൊരു ആപ്പായിട്ടുമാണ് ഞാൻ കൊളാബ് ചെയ്യുന്നത്. നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ നിന്നൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടല്ലോ. പൊതുവെ എല്ലാവരും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഷോപ്സി ആപ്പിൽ കൂടെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവരുടെ ആപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചേക്കുന്നത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സുകളാട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഷോപ്സി എന്ന ആപ്പിൽ കൂടെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സുകളാണ്. നമുക്ക് കിച്ചണിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് ബോക്സുകൾ. കിച്ചണിൽ മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്റ്റോറേജ് ബോക്സുകളാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ റിവ്യൂവും എനിക്കിഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് സ്റ്റേ ട്യൂൺ ചെയ്യാം. ഞാൻ കാണിക്കുന്നതായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ കിച്ചണിലൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ചിലപ്പോൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സ്റ്റോറേജ് ബോക്സുകൾ. ഇത് ഞാൻ ഇച്ചിരി കൂടി വലിപ്പം വിചാരിച്ചു കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് മാത്രം ഇച്ചിരി കൂടി വലിപ്പം വിചാരിച്ചു. ഞാനൊരു കാര്യം ത്തേക്ക് വേണ്ടിയിട്ട് ഓർത്ത് വാങ്ങിയതാണ് ഈ ഒരു ബാസ്ക്കറ്റ്. നിങ്ങൾക്കറിയാം, എൻ്റെ എല്ലാം ഹോം വ്ളോഗ് വീഡിയോസിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ സ്റ്റോറേജ് ബോക്സുകളൊന്നും ഞാൻ കാര്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വാങ്ങിക്കാറില്ല. ഞാൻ പലപ്പോഴും നമ്മളെന്തെങ്കിലും ബൾക്കായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ റീയൂസ് ചെയ്യുക, റീസൈക്കിളാണ് ചെയ്യുക. അതൊക്കെ ഞാൻ എൻ്റെ ഹോം വ്ളോഗ്സിലൊക്കെ കാണിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ സ്റ്റോറേജ് ബോക്സുകളൊന്നും വാങ്ങിക്കാറില്ല. പക്ഷെ ഇത് കൊളാബ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെ എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക ബൾക്കായിട്ട് പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിക്കാറില്ലല്ലോ. ഒരു കാർഡ്ബോർഡ് ബോക്സൊക്കെ സ്റ്റോറേജ് ബോക്സായിട്ട് യൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബോക്സുകളൊക്കെ കിട്ടാനുള്ള നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും ചിലപ്പോൾ വാങ്ങിക്കണമെന്നില്ല.
അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് എന്തായാലും നമ്മൾ അഫോർഡബിൾ ആയിട്ട് ഇച്ചിരി അധികം വിലയല്ലാത്ത ഇതുപോലെ സ്റ്റോറേജ് ബോക്സുകൾ വാങ്ങിക്കുന്നതാണ് പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടുന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു പ്രോഡക്റ്റ്സ് എല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യം കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരുവിധം എല്ലാവർക്കും അറിയാം ഈ ഒരു സ്റ്റോറേജ് ബോക്സ്. ഇത് ആക്ച്വലി റെക്റ്റാങ്കുലർ ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് ബോക്സ് ആണ്. ഇതിൻ്റെ എല്ലാ റേറ്റും ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. എല്ലാം അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. ഇത് ഇങ്ങനെ ഇച്ചിരി പൊന്തിരിക്കുന്ന കുറച്ച് 2 സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത് ബോട്ടം ആയിട്ട് നമുക്കിങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടോപ്പ് വെച്ച് ഇങ്ങനെ അടയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഈർപ്പമൊക്കെ വന്ന് നിൽക്കും. ഇതിൻ്റെ ഇങ്ങനെ തുളുമ്പി ഇങ്ങനെ വെള്ളമൊക്കെ നിൽക്കും. അത് ഇറങ്ങി ഇവിടെ ഇതിൻ്റെ ബോട്ടം താഴെ വന്ന് നിൽക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന വെജിറ്റബിൾസ് ഈ വെള്ളത്തിലൊന്നും മുട്ടത്തില്ല. ഇതിങ്ങനെ പൊന്തി നിന്നോളും. അപ്പോൾ വെജിറ്റബിൾസ് കേട് കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റോറേജ് ബോക്സ് ഞാൻ കാണിക്കുന്നത്. ഇത് 3 എണ്ണമായിട്ടാണ് നമുക്കൊരു സെറ്റായിട്ട് കിട്ടുക. ഞാൻ 2 സെറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇത് നല്ല അഫോർഡബിൾ റേറ്റിലാണ്. സ്ക്രീനിൽ ഞാൻ ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നതാണ് കേട്ടോ. പിന്നത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു 2 ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാം 1 2 3 4 5 6 ചെറിയ ചെറിയ കള്ളികളായിട്ട് ഇങ്ങനെ ബോക്സ് ഇരിപ്പുണ്ട്. തുറന്ന് നോക്കാം. ഇത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. കണ്ടോ, സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇതെനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിറ്റേ ദിവസം ഇപ്പം വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിൽ നമ്മൾ തലേ ദിവസം അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇതിനകത്ത് ഓരോന്ന് അരിഞ്ഞിട്ട് വയ്ക്കാം. അത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് എണീറ്റ് കറി ഉണ്ടാക്കാനായിട്ട് ഇതിനങ്ങനെ നേരെ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ അരിഞ്ഞു വയ്ക്കാം. ഈ ഒരു ബോക്സിൽ ഫുൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കാം. ഇതിനകത്തും അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ നമുക്ക് 2 ദിവസത്തേക്കുള്ളൊരു അരിയലുള്ള പ്രോസസ്സ് നമുക്ക് ഇല്ലാതെ ആക്കാം രാവിലെ എണീറ്റ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇത് എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിങ്ങനെ എന്താ പറയുക, എയർ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ഈ ഓരോ ചെറിയ ചെറിയ ബോക്സിൽ. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് കേടാവത്തില്ല. നമുക്കിതുപോലെ
ഇപ്പോൾ കറിവേപ്പിലൊക്കെ നിങ്ങൾ ഇതുപോലെ കുപ്പീനകത്തൊക്കെയാണ് വെക്കണമെങ്കിൽ ഇത് ഇതുപോലെയൊക്കെ ഇട്ട് വെച്ചാൽ കുറച്ചും കൂടി നാളേക്ക് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കുറേ ആയിട്ട് ബൾക്കായിട്ട് വയ്ക്കുന്നത് നിങ്ങളുടെ മുറ്റത്തൊക്കെയാണ് കറിവേപ്പിലയുടെ മരമൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെയൊക്കെ ഇല എടുത്ത് പറിച്ചത് ഇതുപോലെ ഇട്ട് വെച്ചാൽ ഈ സാധനം കേടാവത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കറികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില പുതിന ഇലയൊക്കെ ഞാനിങ്ങനെ ഓട്ടകളൊക്കെ ഇട്ട് വെച്ചേക്കണ ഒരു ബോക്സിനകത്താണ് ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാറുണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൊള്ളുമ്പോൾ ഇത് കേടാവത്തില്ല. വെള്ളം ഇങ്ങനെ കൊള്ളുമ്പോഴാണ് ഇത് കേടാവുക. അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ അങ്ങനെ ടിഷ്യൂ വലിച്ചെടുക്കും. അപ്പോൾ ഇതിങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അരിഞ്ഞ് ഇതുപോലെ ആക്കി വയ്ക്കാം. കുറേ സ്റ്റഫ് ചെയ്ത് വെക്കരുത്, കുറേശ്ശെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് എയറൊക്കെ ഉണ്ടാവുന്ന രീതിയിലൊക്കെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നത്തെ ഒരു ബോക്സ് സെയിം അതുപോലത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് തന്നെയാണ്. നമുക്ക് വെജിറ്റബിൾസും എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സാണ്. ഇങ്ങനെയാണ് കാണുന്നത്. കുറച്ചും കൂടി എന്താ പറയുക, നീളത്തിലല്ല, അതേസമയം നമുക്ക് ഇച്ചിരി കൂടി വലിപ്പം ഉണ്ട്, പക്ഷേ നീളമില്ല എന്ന് മാത്രം. ട്രാൻസ്പാരൻ്റ് ആണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ അതുപോലെ ഡിവൈഡർ ഉണ്ട്. നമുക്ക് ഡിവൈഡർ ഇല്ലാതെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ വെള്ളം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈർപ്പങ്ങൾ വരുമ്പോൾ അത് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഡിവൈഡർ ഉണ്ട്, നമുക്ക് രണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് ഇട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഒരു ഐറ്റമായിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ ഒരൈറ്റം നമുക്കിങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഐറ്റം വേണമെങ്കിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എഗ് ട്രേ ആണ് കേട്ടോ. നമ്മൾ കുറേ എഗ്ഗ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണതാണെങ്കിൽ, മുട്ട നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിലെ ട്രേ പോരാ എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. ഇത് 2 ട്രേ ആണ്. നമുക്കിതുപോലെ ഇങ്ങനെ തുറക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം നമുക്ക് ഒരു ട്രെയിനകത്ത് ഇടാം. അതുപോലെ ഇവിടെ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി. നമ്മൾ എല്ലാ ദിവസവും മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറേജ് ബോക്സാണ്. ഇത് ഒരു സ്റ്റോറേജ് ട്രേ ആണ്. നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ്. നമുക്കിതിനകത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ക്യാബിനറ്റ്സിനകത്ത് വെക്കാം. അപ്പോൾ നമുക്ക് വലിയ പാടില്ലാണ്ട് ഓരോ സാധനങ്ങൾ എടുക്കാൻ പറ്റും. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ കുപ്പിയിലാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ക്യാബിനറ്റ്സിനകത്ത് എടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പല സോസുകളൊക്കെ ഫ്രിഡ്ജിനകത്താണ് വെക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ചുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഈ സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും.
ഇത് നല്ലൊരു സംഭവമാണ്. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് വർക്കാവുമെന്ന്. ഇത് പ്ലാസ്റ്റിക്കാണ്, ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് റൊട്ടേറ്റ് ചെയ്യില്ല എന്ന്, പക്ഷേ ഇത് ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് സ്റ്റേഡി ആയിട്ട് നിൽക്കുകയും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പിന്നെ വാങ്ങിയ ഒരു സ്റ്റോറേജ് ബോക്സാണ് ഈ ഒരു സംഭവം. ഇത് ഞാൻ ആക്ച്വലി ഇച്ചിരി കൂടി വലിപ്പം തോന്നിയത് ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഷോപ്സിയിൽ കാണിച്ചത്. പക്ഷേ ഇത് ഇച്ചിരി ചെറുതായിപ്പോയി. ഞാൻ ഇച്ചിരി കൂടി വലിപ്പമാണ് വിചാരിച്ചത്. ഞാൻ നമുക്കെന്താ പറയുക, ഇങ്ങനെ എക്സ്ട്രാ ഗ്രോസറി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കില്ലേ പാക്കറ്റുകളിൽ, അപ്പോൾ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബോക്സ് വേണമെന്നാണ് വിചാരിച്ചത്. ഇച്ചിരി കൂടി ഹൈറ്റും ഇച്ചിരി കൂടി ഞാൻ വലിപ്പം വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് ചെറുതായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്നാലും പല കാര്യങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്യാം. ഈ ഒരു സംഭവത്തിന് ലിഡ് വേണമെങ്കിൽ ലിഡായിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു അടയ്ക്കുന്ന ഒരു സാധനമുണ്ട്. ഇതും നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഈ എല്ലാ സ്റ്റോറേജ് ബോക്സസും ഫ്രിഡ്ജിനകത്ത് മാത്രമല്ല, നമ്മുടെ ക്യാബിനറ്റ്സിനകത്തൊക്കെ നമുക്ക് വേറെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച കുറച്ച് സ്റ്റോറേജ് ബോക്സുകൾ. ഇത് നമുക്ക് സെറ്റായിട്ടാണ് കേട്ടോ കിട്ടുക. 3 എണ്ണമാണ് കിട്ടുക. 3 ഡിഫറെൻറ്റ് ഏതെങ്കിലും കളറിൽ നമുക്ക് കിട്ടും. ഇന്ന സ്പെസിഫിക് കളറൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കുഴപ്പമില്ല, നല്ലതാണ്. ഞാൻ എൻ്റെ ക്യാബിനറ്റിന് ഇച്ചിരി കൂടി വലിപ്പമുള്ളത് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സ്റ്റോറേജ് ബോക്സസ് ഷോപ്സി ആപ്പിൽ നിന്ന്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. നമുക്കിങ്ങനെ ബൾക്കായിട്ട് മുട്ടൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ ഈ ഒരു ട്രേ നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒട്ടുമിക്ക സ്റ്റോറേജ് ബോക്സുകൾ ഞാൻ ഫ്രിഡ്ജിനകത്താണ് യൂസ് ചെയ്യാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഫ്രിഡ്ജ് അല്ലാതെ തന്നെ നമുക്ക് ക്യാബിനറ്റ്സിലും സ്റ്റോർ ചെയ്യാവുന്നതാട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു സ്റ്റോറേജ് ബോക്സിൽ നിന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറേജ് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സാണ്. മല്ലി ഒക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ, മല്ലി അതുപോലെ പുതിന ഇലകളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ചെപ്പുകളൊക്കെ ആയിട്ട്. ഇത് ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവരും ടിഷ്യൂ പേപ്പർ നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു കണ്ടെയ്നർ ബോക്സ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഷോപ്സി ഹോൾ. ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക്. താങ്ക് യു.